വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫണ്ടില്ലെന്ന് പറയുന്ന വനം വകുപ്പ് സ്വന്തം ഓഫീസ് മോടി പിടിപ്പിക്കാൻ ചെലവഴിക്കുന്നത് കോടികളാണെന്ന് ആരോപണം. 7 ജീവനക്കാരുള്ള ഓഫീസ് മാറ്റാൻ നബാർഡിൽ നിന്ന് 5.5 കോടിയിലേറെ വായ്പ എടുത്തതായാണ് ആരോപണം. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ സോളാർ ഫെൻസിംഗും കിടങ്ങുകളും നിർമ്മിക്കാൻ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനിടെയാണ് കോടികൾ മുടക്കി ജില്ലാസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വനംവകുപ്പ് വിജിലൻസ് ഫ്ലൈയിങ് സ്ക്വാഡ് ഓഫീസ് പീരുമേടിന് സമീപത്തുള്ള തട്ടാത്തിക്കാനത്തേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. ഇടുക്കി പൈനാവ് വെള്ളാപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നത്. ഇതിനായി നബാർഡിൽ നിന്നും 5.35 കോടി രൂപ വായ്പ എടുക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. എരുമേലി റേഞ്ചിലെ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ അധികാരപരിധിയിൽ വരുന്ന 53.4 ഏക്കർ വിസ്തൃതിയുള്ള തട്ടാത്തിക്കാനം റിസർവിലാണ് പുതിയ ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഓഫീസ് മാറ്റവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാന ചോദ്യം ജീവനക്കാരുടെ എണ്ണമാണ്. ഒരു DFO ഉൾപ്പെടെ ആകെ 7 ജീവനക്കാർ മാത്രമാണ് ഓഫീസിലുള്ളത്. ഇത്രയും കുറച്ച് ജീവനക്കാരുള്ള ഓഫീസിനായി കോടികൾ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, പഞ്ചിങ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ ഓഫീസിലും. ആ പഞ്ചിങ് സംവിധാനത്തിൽ റേഞ്ച് പോലും ഇല്ലാത്തൊരു വനത്തിലാണ് 52 ഏക്കർ സ്ഥലം മേടിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇവിടുന്ന് പോകുന്നത്. ഇതൊക്കെ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യമാണ്. സർക്കാരിൻ്റെ പൈസ 5.5 കോടി രൂപ മുടക്കി സ്ഥലം അവിടെ കെട്ടിടം പണിയണം, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തൊക്കെയോ വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമാണ് ഉദ്യോഗസ്ഥന്മാരുടെ. പക്ഷേ ഇത് അനുവദിച്ചുകൂടാ. ഈ ജില്ലാസ്ഥാന മേഖല ഇതേപോലെയുള്ള സ്വന്തം ബിൽഡിങ്ങിൽ ഇതേപോലൊരു ഓഫീസ് സംവിധാനം 7 സ്റ്റാഫേ ഉള്ളൂ. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഗവൺമെൻറ് അതേപോലെ തന്നെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഇടപെട്ട് ഇത് ക്യാൻസൽ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാ ആഗ്രഹം. പൈനാവിലെ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നതാണ് ഓഫീസ് മാറ്റത്തിന് കാരണമായി വനംവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വനമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഫയൽ അതിവേഗം നീങ്ങിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇടുക്കിയിൽ തന്നെ വനവകുപ്പിന് സ്വന്തമായി നിരവധി കെട്ടിടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് കോടികൾ വായ്പയെടുത്ത് പുതിയ ഓഫീസ് നിർമ്മിക്കാനുള്ള നീക്കം. വന്യജീവി ആക്രമണം നേരിടുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഫണ്ടില്ലെന്ന് പറയുന്ന അതേ വകുപ്പാണ് ഓഫീസ് മാറ്റത്തിനായി കോടികൾ ചെലവഴിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപ എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.